നിൽക്കുന്ന രണ്ട് പ്രധാന സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇന്ന് നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളും ഇന്ന് ഒറ്റഘട്ടമായി ജനവിധി തേടുമ്പോൾ പശ്ചിമ ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണോ അതോ പുതിയ ശക്തികളുടെ ഉദയമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന വോട്ടെടുപ്പാണിത്. പശ്ചിമ ബംഗാളിലാകട്ടെ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ആകെയുള്ള 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 5,73,00,000 വോട്ടർമാരാണ് ഇത്തവണ തമിഴ്നാട്ടിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആകെ 4023 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെന്നൈയിലെ പോളിംഗ് ബൂത്തിൽ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം പ്രതികരിച്ചു. ഉപമുഖ്യമന്ത്രിയും യുവ നേതാവുമായ ഉദയനിധി സ്റ്റാലിനും ചെന്നൈയിൽ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ച ശേഷമുള്ള തന്റെ ആദ്യ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ് വോട്ട് ചെയ്യാനെത്തിയത് പോളിംഗ് ബൂത്തിൽ വലിയ ജനക്കൂട്ടത്തെയാണ് ആകർഷിച്ചത്. അതേസമയം സേലത്ത് വോട്ട് രേഖപ്പെടുത്തിയ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവകാശപ്പെട്ടു. തമിഴ്നാട്ടിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ കോയമ്പത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന ആത്മവിശ്വാസത്തോടെ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ കോയമ്പത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തി. കൂടാതെ ചെന്നൈയിലെ വിവിധ ബൂത്തുകളിലായി സൂപ്പർ താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, അജിത്ത്, നടി തൃഷ, പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജ തുടങ്ങിയ പ്രമുഖരും തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി. 2023 തിരഞ്ഞെടുപ്പിൽ 73.63% പോളിംഗ് രേഖപ്പെടുത്തിയ തമിഴ്നാട്ടിൽ ഇത്തവണ അത് മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DMK നേതൃത്വം നൽകുന്ന മുന്നണിയും AIADMKയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടത്തിന് പുറമെ BJPയുടെ സാന്നിധ്യവും വിജയുടെ പാർട്ടിയുടെ സ്വാധീനവും ഫലത്തെ എപ്രകാരം ബാധിക്കുമെന്നത് ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. വടക്കൻ ജില്ലകളിലെ അടക്കം 152 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടർമാർ വിധി എഴുതുന്നത്. പശ്ചിമ ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും പ്രധാന പ്രതിപക്ഷമായ BJPയും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. BJPക്ക് വ്യക്തമായ മേൽക്കോയ്മയുള്ള മേഖലകളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നയിച്ച പ്രചാരണ പരിപാടികൾ വോട്ടായി മാറുമെന്നും BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. അതേസമയം ബംഗാളി വികാരം ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ആഴ്ചകളോളം നടത്തിയ റാലികൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൃണമൂൽ കോൺഗ്രസ്. കൂടാതെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അവർ കരുതുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ വ്യാപകമായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിൽ അതിശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്രസേനയെ വലിയ തോതിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത മേഖലകളിൽ ഡ്രോൺ നിരീക്ഷണവും കർശനമായ പരിശോധനകളും തുടരുന്നു. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷകരെയും വിനിയോഗിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും ബംഗാളിലുമായി ലക്ഷക്കണക്കിന് വോട്ടർമാർ വരി നിൽക്കുമ്പോൾ ഈ പോരാട്ടം വെറും ഒരു ഭരണമാറ്റത്തിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തുടരുമോ അതോ ദേശീയ പാർട്ടികൾ വേരുറപ്പിക്കുമോ എന്നതിനും ബംഗാളിൽ മമതയുടെ കോട്ട തകർക്കാൻ BJPക്ക് സാധിക്കുമോ എന്നതിനും വരും ദിവസങ്ങളിലെ പോളിംഗ് കണക്കുകളും വോട്ടെണ്ണലുകളും ഉത്തരം നൽകും. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഗതിയും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങളും നിർണ്ണയിക്കുന്ന അതിനിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പ്രമുഖ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും സജീവ സാന്നിധ്യം വോട്ടർമാരിലെ ആവേശം വർദ്ധിപ്പിക്കുന്നു. ശക്തമായ മത്സരവും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഈ വോട്ടെടുപ്പിന്റെ ഫലം വരും ദിവസങ്ങളിൽ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.